ഹലോ ഹായ്. തല അജിത്തിന്റെ വിടാമുയർച്ചി സിനിമ കണ്ടിറങ്ങി. തല അജിത്ത് എന്ന് വിളിക്കരുതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. തല അജിത്ത് അതുപോലെ തന്നെ കടവുൾ അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് അദ്ദേഹം തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ സിനിമ കണ്ടിറങ്ങി. മകൻ തിരുമേനിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഡയറക്ഷൻ്റെ മേക്കിങ്ങിലേക്കൊക്കെ ഞാൻ വരാം. അവിടെയാണ് കുറച്ചൊരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉള്ളത്. അവിടെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി അനിരുദ്ധ്. അനിരുദ്ധ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന് മുമ്പുള്ള സിനിമ കണ്ട പോലെ തപ്പോട്ടും തകിലോട്ടും ഒന്നുമില്ല. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സിനിമ നടക്കുന്നത് ഒരു ഒരു ഇന്റർനാഷണൽ മൂഡ്, ഒരു അസർബൈജാനിലാണല്ലോ സിനിമ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കൽ തമിഴ് സിനിമകളിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1997 ഇറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന അമേരിക്കൻ ക്രൈം ത്രില്ലറിനെ ആസ്പദമാക്കി അതിൽ നിന്ന് ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് വിടാമുകുറിച്ചി. മകൻ തിരുമേനി തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീകാന്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നു. ക്യാമറ ചെയ്തിരിക്കുന്നത് ഓം പ്രകാശ്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ആവറേജ് ആവാനുള്ള കാരണം സിനിമയുടെ മേക്കിംഗ് ഒരു ഒരു പരിധി വരെ നന്നായിട്ട് എന്നെ പിടിച്ചിട്ടുണ്ട്. സിനിമ ടെക്നിക്കൽ വിഭാഗങ്ങളൊക്കെ അത്യാവശ്യം രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്യാമറ അതിൻ്റെ അസർബൈജാനിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവരുടെ ഒരു ഒരു അറ്റ്മോസ്ഫിയറും അവരുടെ ഒരു കൾച്ചറും എല്ലാം വളരെ രസകരമായിട്ട് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഓംപ്രകാശാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. എഡിറ്റിങ്ങും കട്ട്സ് ഒക്കെ വളരെ രസമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒരു അരമണിക്കൂർ ആണ് ഒരു ഒരു ആക്ഷൻ പരിപാടി വരുന്നുണ്ട്. അവിടെ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഇമോഷണൽ പരിപാടിയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പിടിച്ചേക്കുന്നത്. എന്താ പറയുക, തൃഷയും അജിത്തും തമ്മിലുള്ള ഒരു ഒരു അവരുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പും അതിൻ്റെ പുറത്തുണ്ടാവുന്ന ഇമോഷണൽ പരിപാടിയൊക്കെയാണ് തുടക്കത്തിൽ പിടിച്ചത്. തുടക്കം വളരെ രസകരമായിട്ട് അവരുടെ ഒരു റൊമാൻസും പരിപാടിയൊക്കെ വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വന്ന് അസർബൈജാനിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് അവിടെ വെച്ച് നടക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ഭയങ്കരമായിട്ട് വലിയാൻ തുടങ്ങി. അവിടെയാണ് ഒരു ഒരു സിനിമ കുറച്ചൊന്ന് ഒരു ആവറേജിലേക്ക് മാറാനായിട്ട് ഒരു പ്രധാന നെഗറ്റീവ് വരുന്നത് അവിടെയാണ്. ഭയങ്കരമായിട്ട് കുറച്ച് സ്പീഡായിട്ട് പോകേണ്ട ഇടത്തൊക്കെ ഇത്തിരി വലിഞ്ഞ ഒരു പ്രതീതി ഉണ്ട്. പല സ്ഥലത്തും ഒരു ബോറടിക്കുന്ന ഒരു ഒരു ബോറടിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു സുഖമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ പോകുന്നു. പിന്നെ ഇന്റർവെല്ലിന് പഞ്ച് അത്യാവശ്യം ഒരു ഹൈ തരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് പിന്നെ ഇന്റർവെല്ലിന് ശേഷം ഇറങ്ങി സിനിമ കയറിയിട്ടും ആ ഒരു മൂഡിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ ആണ് ഒരു ആക്ഷൻ പരിപാടി ഉള്ളത്. അവിടെ ഇത്തിരി ഒരു ഹൈ തരുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആക്ഷൻ പരിപാടികളൊക്കെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അജിത്തിന്റെ ഒരു ഒരു ആക്ഷനും സ്വാഗും പരിപാടിയൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അർജുൻ അതുപോലെ തന്നെ തൃഷ എല്ലാവരും തന്നെ, അജിത്ത് പിന്നെ പറയേണ്ട ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രജീന കസാൻഡ്ര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. അജിത്തിന്റെ അല്ല നമ്മുടെ അർജുൻ്റെ പേരായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. ടോട്ടലി നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് സായി, പ്രത്യേകിച്ച് ഈ റസീന കസാൻഡ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ബാക്കിയുള്ളവരും വളരെ കുറച്ച് എന്താ പറയുക പെർഫോമൻസേ ഉള്ളൂ. പിന്നെ അസർബൈജാനിലുള്ള അവിടെയുള്ള ആളുകളെ തന്നെയാണെന്ന് തോന്നുന്നു കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ നന്നായിട്ട് പിടിക്കാൻ അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്, അവരുടെ ഒരു അവിടുത്തെ ടോട്ടൽ ഒരു എന്താ പറയുക കാലാവസ്ഥ പരിപാടി, അവിടുത്തെ പൊടിക്കാറ്റ്, ജിയോഗ്രഫിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് അത് നല്ല രസമായിട്ട് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നിക്കലി ഈ സിനിമ കുറേയും കൂടി ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പറയുന്ന കഥ ഈ പറഞ്ഞ 1997 അവിടെ അമേരിക്കൻ ക്രൈം ത്രില്ലറായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ പലതവണ കേട്ട ഒരു 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 സ്റ്റോറി ലൈൻ തന്നെയാണ്. പല പല സിനിമകൾ, തമിഴ് സിനിമകളിൽ തന്നെ പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു ത്രെഡാണ്. ആ ത്രെഡ് എടുത്ത് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു എലമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. ഈ പറയുന്ന ഒരു ആക്ഷൻ പരിപാടി ഫുൾ ടൈം ആ ഒരു ആക്ഷൻ പരിപാടി അല്ല, ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ മാത്രമേ ഒരു 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 ഹൈ തരുന്ന ഒരു ആക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു ഇമോഷണൽ പരിപാടി പിടിച്ചാണ് പോയിരിക്കുന്നത്. ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ടുണ്ട്. വളരെ ചുരുക്കം കഥാപാത്രങ്ങളുണ്ടെങ്കിലും അവരുടെ ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അർജുൻ്റെയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക രജീന കസാൻഡ്രയുടെയും ക്യാരക്ടർ നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടറായിരുന്നു. അവരുടെ ഇമോഷണൽ പരിപാടികളും നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ നമുക്കിത് കണ്ടു മറന്ന കഥ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അത് തന്നെ കുറച്ച് വലിഞ്ഞ ഒരവസ്ഥയിലും വരുമ്പോൾ ഒരു
ഒരു കുറച്ചൊന്നും മുഷിപ്പിക്കുന്നുണ്ട്. കഥ പറയുന്ന രീതിയും കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എലമെന്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമാവുന്ന ആവേണ്ടിയിരുന്ന ഒരു സിനിമയാണ്. അജിത്ത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അജിത്തിന്റെ ഒരു എന്താ പറയാ, കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള ഒരു ലുക്കും അതിനുശേഷമുള്ള ലുക്കിന്റെ അതൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അനിരുദ്ധ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ട്രെയിലറിൽ കേട്ടിട്ടുണ്ടാവും, ഒരു സിമ്പിൾ ഒരു ട്രാക്ക് പോകുന്നുണ്ട്, നല്ല രസമുള്ള ട്രാക്കാണ്. പക്ഷെ ഇത് വില്ലനും നായകനും എല്ലാം ആ സെയിം ട്രാക്ക് തന്നെ ഇട്ട് കൊടുത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അങ്ങനെ തോന്നി. കാരണം അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് ആ ട്രാക്ക് തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്നതിന്റെ ഒരു പ്രശ്നം തോന്നി. പക്ഷെ എന്നാലും സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അനിരുദ്ധ്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ.